സാറേ, കുടിവെള്ളത്തിന് ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. ഇപ്പം അവിടെ എലപ്പുള്ളിയിൽ ഒരു ബ്രൂവറി ആരംഭിക്കാനായിട്ട് പോകുന്നു. അപ്പം സാധാരണക്കാരന് വെള്ളം കിട്ടിയില്ലെങ്കിലും കുത്തക കമ്പനിക്ക് വെള്ളം കൊടുക്കാൻ പോകുന്നു. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ? അതാ കുടിനീരിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടില്ലാത്തൊരു കാര്യം പറയുന്നത്. പ്ലാച്ചിമട സമരം നടന്നൊരു സ്ഥലമാണ് അവിടെ. അതെ, മാതൃഭൂമി അതിന്റെ മുമ്പിൽ നിന്നുമാണ് MP വീരേന്ദ്രകുമാർ ഇല്ലേ? അതെ. ആ കാര്യം ശ്രേയംസ് കുമാറിനെ പോലുള്ള ആളുകൾക്ക് ആലോചിക്കണം എന്ന് ഇപ്പൊ പലരും പറയുന്നുണ്ട്, പ്രതിപക്ഷമൊക്കെ. അതിലൊരു കാര്യമുണ്ട്. പിന്നെ K കൃഷ്ണൻകുട്ടി മന്ത്രി, പാലക്കാട് നിന്നുള്ള ആളാണ്. അദ്ദേഹം മുല്ലപ്പെരിയാർ സമരകാലത്തൊക്കെ അച്യുതാനന്ദന്റെ കൂടെ ഉറച്ചു നിന്ന ആളാണല്ലോ. ഞാനും ആ കാലത്ത് കൃഷ്ണൻകുട്ടിയോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത്യാവശ്യം ആ മുല്ലപ്പെരിയാർ വിഷയത്തിലൊക്കെ കൃഷ്ണൻകുട്ടിയുടെ താല്പര്യങ്ങളുടെ കൂടെയൊക്കെ ഞാനും ആ കാലത്ത് തിരുവനന്തപുരത്ത് നിന്നിട്ടുള്ളതാണ്. എന്നിട്ട് എന്താണ് ഇതില് ഒരു മര്യാദക്കുള്ള നിലപാട് എടുക്കാതിരുന്നത്? ഞാനിതിലിപ്പോ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ്. ഈ OSS എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ആണ് അവിടെ മറ്റേ എത്തനോൾ പ്ലാന്റ്, ഡിസ്റ്റിലറി, ബോട്ട്ലിങ്, സകലതും ഒരു കംപ്ലീറ്റ് മധ്യഗ്രാമമായിട്ട് എലപ്പുള്ളിയെ മാറ്റും. എലപ്പുള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശമൊക്കെ ഈ MGRന്റെ ഒക്കെ അച്ഛൻ്റെ, മറ്റേ മരുതൂർ ഗോപാലമേനോൻ, MGRന്റെ അച്ഛൻ, ആ പ്രദേശമൊക്കെ അടങ്ങിയ സ്ഥലമാണ് ഈ എലപ്പുള്ളി. ഞാൻ എലപ്പുള്ളി ഓർക്കുന്നത് അങ്ങനെയാണ്. അവിടെയാണ് ഈ അക്രമം നടക്കാൻ പോകുന്നത്. ഇത് ചെയ്യുന്ന ആള് ഡൽഹിയിൽ കെജ്രിവാൾ ഉൾപ്പെട്ട മധ്യ അഴിമതി കേസുണ്ടല്ലോ, ആ അഴിമതി കേസിൽ പ്രതിയായിട്ടുള്ള ഗൗതം മൽഹോത്ര, പഞ്ചാബിലെ പ്രധാനപ്പെട്ട മദ്യ വ്യവസായി ആണ്. ലിക്കർ ബേറൺ എന്ന് പറയുമല്ലോ, അതാണ് ഈ ഗൗതം മൽഹോത്ര എന്ന് പറയുന്ന ആള്. ഭയങ്കരമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ്. എന്തുകൊണ്ട്? ഇങ്ങേരുടെ അച്ഛൻ അവിടെ അകാലിദൾ MLA ആയിരുന്നു പഞ്ചാബില്, ഗൗതം മൽഹോത്രയുടെ. പിന്നെ വേറൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ജനകീയ പ്രക്ഷോഭത്തിലേക്കൊക്കെ ഇത് വരികയാണല്ലോ, കുടിനീർ പ്രശ്നമുള്ളതുകൊണ്ട്. പഞ്ചാബിൽ തന്നെ സീറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലൊരു പ്ലാന്റ് സ്ഥാപിക്കാൻ നോക്കിയപ്പോൾ 2022 നാട്ടുകാർ പ്രക്ഷോഭം തുടങ്ങി. എന്നിട്ട് 2023 ഫെബ്രുവരിയിൽ ഭഗവന്ത് സിംഗ് മാൻ തന്നെ, ഈ ആപ്പിന്റെ മുഖ്യമന്ത്രി, അത് അടച്ചുപൂട്ടാൻ ഉത്തരവ് കൊടുത്തു. അപ്പോഴും ഒരു പ്രക്ഷോഭം തുടർന്നു. ആ ഉത്തരവ് ഞങ്ങൾക്ക് കിട്ടുന്നവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ പാലക്കാട്ട് ഇപ്പൊ എലപ്പുള്ളിയിൽ നടക്കാൻ പോകുന്ന സമരം പോലെ ഒരെണ്ണം പഞ്ചാബിലെ സിറയിൽ ഈ മദ്യ കമ്പനിക്കെതിരെ നടന്ന് വിജയിച്ചതാണ്, പ്ലാന്റ് പൂട്ടിച്ചതാണ്. അങ്ങനെ ഒരു അനുഭവം ഈ ഗൗതം മൽഹോത്രയ്ക്ക്, OSS ഗ്രൂപ്പിന്റെ ഉടമസ്ഥന് ഉണ്ട്. അപ്പോ ഈ 2021, 2022 ഡൽഹിയില് എക്സൈസ് നയം മാറ്റിമറിച്ചിട്ട്, അതുവരെ ഉണ്ടായിരുന്ന നയം മാറ്റിമറിച്ചിട്ട് ഈ റീറ്റെയിലേഴ്സിനെയൊക്കെ അനുവദിക്കുക എന്നുള്ളതാണല്ലോ നയം കൊണ്ട് മാറ്റം വന്നത്. അങ്ങനെയാണ് അത് 150 കോടി രൂപയുടെ അഴിമതിയിലേക്ക് പോയത്. ആ പൈസയാണ് ഗോവയിലെ തെരഞ്ഞെടുപ്പിൽ ആപ്പ് ഉപയോഗിച്ചത് എന്നുള്ളതൊക്കെയാണ് കേസ്. അതിൽ അരുൺ നായർന്നോ മറ്റൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചില മലയാളികളും ഒക്കെ ആ കേസിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ ഗൗതം മൽഹോത്ര ഒരു കാർട്ടലിനെ ആ മദ്യ അഴിമതിയിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ കമ്പനി മാത്രമല്ല, ഒരു മയക്കുമരുന്ന് അല്ലല്ല, മയക്കുമരുന്ന് എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ ആ കാർട്ടൽ ഇവിടെ പ്രയോഗിച്ചത്. ഒരു ഗൂഢസംഘം. കാർട്ടൽ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എപ്പോഴും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നതെങ്കിലും ഇതിലെന്താന്ന് വെച്ചാൽ വേറെയും കമ്പനികളെയൊക്കെ ചേർത്തിട്ട് ഒരു കാർട്ടൽ ഉണ്ടാക്കി. അതെന്താന്ന് വെച്ചാൽ ഈ PR ജോലി ചെയ്തിരുന്ന ഒരു വിജയ് നായർ ഉണ്ടായിരുന്നു ഈ കെജ്രിവാളിന്, ആപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അയാൾക്ക് താമസിക്കാനായിട്ട് ഔദ്യോഗിക വസതിയിലെ കുറെ ഭാഗങ്ങളൊക്കെ വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു കെജ്രിവാള്. അയാളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് ഇണക്കണമല്ലോ കെജ്രിവാളിലേക്ക്. കെജ്രിവാൾ അഴിമതി നടത്താത്ത ഒരാളല്ലേ. പക്ഷെ കെജ്രിവാളും ഈ മനീഷ് സിസോദിയയും ജയിലിൽ പോയത് ഇയാള് കാരണമല്ലേ? ഇയാള് കാരണമാണ്. അല്ല,
അഴിമതി നടത്താത്തൊരു ആദർശശാലിയെ അഴിമതിയിലേക്ക് വലിച്ചിടണമല്ലോ. അതെ അതെ അതിനുവേണ്ടി ഒരു ഗൂഢസംഘം പ്രവർത്തിച്ചു. കേജ്രിവാളിന് പരിചയമുള്ള ആളുകളെയും കൂടിയൊക്കെ പിടിച്ചിട്ട് ആ അങ്ങനെയാണ് ഇയാൾ ഒരു കാർട്ടൽ ഉണ്ടാക്കിയത്, ഓ ഈ ഓയസിസ് ഗ്രൂപ്പ്. അതാണ് ആ കേസിലെ പ്രധാനപ്പെട്ട പരിപാടി. ഇയാൾ ഈ ഗൗതം മൽഹോത്ര ഫരീദ് കോട്ടിൽ നിന്നുള്ള അകാലിദളിന്റെ MLA, ശിരോമണി അകാലിദൾ അവിടെ ഭരിക്കുകയായിരുന്നല്ലോ. അതെ അകാലിദളിന്റെ MLA ദീപ് മൽഹോത്രയുടെ മകനാണ്. അപ്പോ ഈ OSS ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. അവര് മദ്യമുണ്ടാക്കി വിൽക്കുന്നതാണ് അവരുടെ പരിപാടി വർഷങ്ങളായിട്ട് തന്നെ. അപ്പോൾ ഈ ദീപ് മൽഹോത്ര ആണ് ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. ഗൗതം മൽഹോത്ര അതിൽ ഒരു ഡയറക്ടർ മാത്രമാണ്. അകാലിദൾ MLA ആയിരുന്ന ആൾ തന്നെയാണ് ഇതിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. OSS ഗ്രൂപ്പിന്റെ മകൻ ഇപ്പൊ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി, മറ്റേ പണം കോഴ കൊടുക്കുന്ന ഗൗതം മൽഹോത്ര, ആൾ ഇതിന്റെ ഒരു ഡയറക്ടറാണ്. ആം ആദ്മി പാർട്ടിയായിട്ട് ഭയങ്കര ബന്ധം ഉള്ള ഒരാളാണ്. കാരണം പഞ്ചാബിലും ഭരിക്കുന്നത് ആം ആദ്മിയാണല്ലോ. ആം ആദ്മി അവിടെ വരുന്നത് തന്നെ ഇയാളുടെയൊക്കെ സാമ്പത്തിക സഹായത്തോട് കൂടിയിട്ടാണ്. കാരണം പഞ്ചാബിലെ ഏറ്റവും പ്രധാനപ്പെട്ട മദ്യ വ്യവസായി ഇയാളാണ്, ഗൗതം മൽഹോത്ര. അപ്പൊ കേരളത്തിലും ഗൗതം മൽഹോത്രയുടെ OSS ഗ്രൂപ്പ് വരുന്നതിന്റെ പിന്നിൽ കെജ്രിവാളിന് CPM-ഉമായിട്ടുള്ള ബന്ധമാണ് എന്നാണ് കിട്ടുന്ന വിവരം. അപ്പൊ ത്രൂ കെജ്രിവാൾ അവിടെ കെജ്രിവാളിന്റെ ബന്ധം വരുന്നത്. ഇപ്പോ 1957 EMS സർക്കാർ ആന്ധ്ര അരി കുംഭകോണം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഈ ആന്ധ്ര അരി കുംഭകോണം നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ആന്ധ്രയില് പിന്നെ സുന്ദരിയുടെ നേതൃത്വത്തിൽ വേറൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരും എന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിന് ചെലവ് വേണമല്ലോ. അത് ആന്ധ്രയിൽ നിന്ന് അരി തന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, ശ്രീരാമുലു എന്ന് പറയുന്ന ഗ്രൂപ്പ്, ആ കമ്പനി അവിടെ പാർട്ടിക്ക് കൊടുത്തോളും എന്നുള്ളതായിരുന്നു ധാരണ. ഇവിടെ അരി മേടിക്കുക, കൂടിയ വിലയ്ക്ക് അവിടെ പൈസ കൊടുക്കുക എന്നുള്ള പരിപാടി. എന്ന് പറഞ്ഞ പോലെ ഇപ്പോ ആപ്പിന്റെ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ കൈകാര്യം ചെയ്യുന്നതുമൊക്കെ ഇയാളെപ്പോലുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ കെജ്രിവാളിനോടും ആപ്പിനോടും ഒക്കെ ഇവിടെയും ഒരു സഹായം വേണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാകാം എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കരുതുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഗൗതം ആണ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചത്. അതാണിപ്പോൾ പ്രതിപക്ഷം ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ജയിലിൽ പോയതാണ് കേട്ടോ ഇയാള് കാരണം എന്നുള്ളത്. അപ്പോൾ 2022 ഒക്ടോബറിൽ ED ഈ ഗൗതം മൽഹോത്രയുടെ സ്വത്തുക്കൾ മുഴുവൻ പഞ്ചാബിൽ റെയ്ഡ് ചെയ്തിരുന്നു. ഫരീദ് കോട്ടിലാണ് അയാളുടെ വീട്, കുടുംബം, അവിടെയും റെയ്ഡ് ചെയ്തിരുന്നു ഈ മദ്യനയ കേസുമായിട്ട് ബന്ധപ്പെട്ട്. ഈ റെയ്ഡ് നടന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ED സമീർ മഹേന്ദ്രു എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ്. സമീർ മഹേന്ദ്രു ഡൽഹിയിലെ ജോർബാഗിലുള്ള ഈ മദ്യവിതരണ കമ്പനി ഇൻഡോ സ്പിരിറ്റ് ഗ്രൂപ്പ്, അതിൻ്റെ MD ആയിട്ടുള്ള സമീർ മഹേന്ദ്രുവിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ ഗൗതം മൽഹോത്ര ആണ് അയാളുടെ മദ്യമാണ് ഇവിടെയൊക്കെ കൊടുക്കുന്നത്. ഇൻഡോ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഗ്രൂപ്പാണ്. ഈ ഇൻഡോ സ്പിരിറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ആ കവിത, ആന്ധ്രയിൽ നിന്നുള്ള ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ ജയിലിൽ കിടന്നല്ലോ. അതെ. അപ്പോൾ ആ ഇൻഡോ സ്പിരിറ്റ് ഗ്രൂപ്പ് MD സമീർ മഹേന്ദ്രുവിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഗൗതം മൽഹോത്ര പിടിയിലാകുന്നത്, റെയ്ഡൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞ് ഈ 2023 ഫെബ്രുവരിയിലാണ് ഭഗവന്ത് സിംഗ് മാൻ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് മൽഹോത്രയുടെ ഈ ഫിറോസ്പൂരില് സിറ തെഹ്സിലില് മൽഹോത്രയുടെ ഈ മദ്യ പ്ലാന്റ് മൻസൂർവാൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിലായിരുന്നു അത്. ഈ ഇവിടുത്തെ എലപ്പുള്ളി പോലെ അവിടെ മൻസൂർവാൽ എന്ന് പറഞ്ഞ ഗ്രാമവാസികളാണ് പ്രക്ഷോഭം നടത്തിയത്. എന്നിട്ട് 2023 ഫെബ്രുവരിയിൽ ഈ ഫിറോസ്പൂർ മൻസൂർവാലിലെ പ്ലാന്റ് അടച്ചുപൂട്ടി.
ആ യൂണിറ്റിൻ്റെ പേര് അന്ന് OSS എന്നല്ലായിരുന്നു, മാൽബ്രോസ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു. മാൽബ്രോസ്. അപ്പോൾ ഗൗതം മൽഹോത്രയ്ക്ക് OSS എന്ന് പറഞ്ഞ് മാത്രമല്ല, മാൽബ്രോസ് എന്ന് പറഞ്ഞൊരു കമ്പനിയും ഉണ്ട്, മദ്യ കമ്പനി. ആ ഗ്രാമത്തിൽ ഇത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം അടച്ചുപൂട്ടിയത്. മൽഹോത്ര ഈ മാൽബ്രോസിൻ്റെയും ഡയറക്ടറാണ് ഗൗതം മൽഹോത്ര. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും CPM-കാരെയൊക്കെ കണ്ടിരിക്കാൻ സാധ്യത ഡൽഹിയിൽ വെച്ചാണല്ലോ ഗൗതം മൽഹോത്ര. അപ്പോൾ ഗൗതം മൽഹോത്രയ്ക്ക് മാൽബ്രോസ് എന്ന് പറഞ്ഞൊരു കമ്പനിയും കൂടി ഉണ്ട്. അയാളാണ് ഈ OSS ഗ്രൂപ്പാണ് ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ വിപണികൾ മുഴുവൻ, മദ്യവിപണികൾ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് 3 സംസ്ഥാനം. OSS ഗ്രൂപ്പിന് പഞ്ചാബിലെ അംബാലയിൽ, പഞ്ചാബ് ഹരിയാന അംബാലയിൽ, പിന്നെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഇതുപോലെ പ്ലാന്റുകളുണ്ട്. അടുത്ത പ്ലാന്റാണ് ഏലപ്പുള്ളിയിൽ വരാനുള്ളത്. ഒരെണ്ണം പൂട്ടി, മറ്റേ സിറയിലുള്ളത്. പിന്നെ ഗൗരവ് എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹായി പഞ്ചാബിലെ റീറ്റെയിൽ കച്ചവടമൊക്കെ കൈകാര്യം ചെയ്യുന്ന അയാളാണ്. ഈ ഗൗരവും പിടിയിലായിരുന്നു. പിന്നെ കമ്പനിയുടെ OSS ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ ഡിസ്റ്റിലേഷൻ പ്ലാന്റ് ഈ ഗൗതമിൻ്റെ മുത്തച്ഛൻ ഓം പ്രകാശ് മൽഹോത്ര ഇൻഡോറിൽ 2001 തുടങ്ങിയത്. അപ്പോൾ 3 തലമുറയായി മദ്യവ്യവസായം. ഓം പ്രകാശ് മൽഹോത്ര മുത്തച്ഛൻ ഇൻഡോറിൽ 2001 തുടങ്ങിയതാണ് ആദ്യത്തെ ഡിസ്റ്റിലറി. OSS ഗ്രൂപ്പ് 1987 തുടങ്ങിയത്. 5 ഡിസ്റ്റിലറികളുണ്ട്. ഇപ്പോൾ ചീത്തയായിപ്പോയ അരി കൊണ്ടൊക്കെയാണ് ഇതുണ്ടാക്കാൻ പോകുന്നതെന്നാണല്ലോ വാർത്തകൾ. മറ്റേതും ധാന്യങ്ങൾ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഡിസ്റ്റിലറി ഉണ്ടായിരുന്നത്. 5 ബോട്ട്ലിംഗ് പ്ലാന്റ് ഉണ്ട്. ഒരു വർഷം 20 കോടി ബൾക്ക് ലിറ്റർ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഇയാളുടെ കഥ. 20 കോടി ബൾക്ക് ലിറ്റർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി സിറ ഫാക്ടറി ഇല്ലേ, പൂട്ടിയ ഫാക്ടറി, അവിടെ ഫാക്ടറിയുടെ പുറത്താണ് ധർണ നടന്നത്. അവർ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പുറത്തും ധർണയും ഉപവാസമൊക്കെ നടത്തിയിരുന്നു പൂട്ടാൻ വേണ്ടി. 2022 ജൂലൈയിലാണ് ഈ സിറയിലെ ഫാക്ടറി പൂട്ടാനായിട്ട് ജനങ്ങൾ പ്രക്ഷോഭം തുടങ്ങിയത്. അവർ അതിൽ വിജയിച്ചു. ഈ അവിടുത്തെ കുടിനീര്, പിന്നെ വായു, മണ്ണ് ഇതൊക്കെ മലിനമായി, പൊല്യൂട്ടഡായി എന്ന് പറഞ്ഞിട്ടാണ് സമരം നടന്നത്. ഒരുപാട് കാലം പ്രക്ഷോഭം വേണ്ടി വന്നു ഇത് പൂട്ടാൻ. ഈ പഞ്ചാബ് ഹരിയാന കോടതിയിൽ ഗൗതം മൽഹോത്ര കൊണ്ടുപോയി കേസ് കൊടുത്തിരുന്നു ഗ്രാമവാസികൾക്കെതിരെ. കാരണം സർക്കാരുമായിട്ട് കരാറുണ്ടല്ലോ, എന്നിട്ടാണ് പ്രക്ഷോഭം. അത് കഴിഞ്ഞ് ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഫിറോസ്പൂർ ഭരണകർത്താക്കൾ അവർ ഡിസംബറിൽ ഫാക്ടറിയുടെ മെയിൻ ഗേറ്റിൽ നിന്ന് പ്രക്ഷോഭകരെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമം നടത്തി. കോടതി ഉത്തരവിട്ടിരുന്നു പ്രക്ഷോഭക്കാരെ മാറ്റി ഇയാൾക്ക് ഫാക്ടറി നടത്താനുള്ള അനുവാദം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞത്. എന്നിട്ട് പോലീസും ഗ്രാമവാസികളും തമ്മിൽ അടി നടന്നു. അവിടെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ വന്നു. ഭാരതീയ കിസാൻ യൂണിയൻ ഈ ഗ്രാമവാസികളെ പിന്തുണച്ചു. ഈ സീറ സഞ്ജ മോർച്ച എന്ന് പറഞ്ഞിട്ടൊരു സംഘടന അവർ രൂപവൽക്കരിച്ചിരുന്നു ഗ്രാമവാസികൾ. അവർ പറഞ്ഞത് ഈ ഫാക്ടറിയുടെ ഉടമയെ ഗൗതം മൽഹോത്രയെ ആപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആപ്പ് കോഴ മേടിച്ചിട്ടുണ്ട്. സത്യവുമാണ്. പിന്നെ കോടതി പറഞ്ഞ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഈ സർക്കാർ, പഞ്ചാബ് സർക്കാർ ഹൈക്കോടതിയിൽ 20 കോടി രൂപ കെട്ടിവെക്കണം ഈ കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ.
കാരണം കരാർ അനുസരിച്ചിട്ട് കമ്പനി നടത്താൻ പറ്റിയിട്ടില്ലല്ലോ മദ്യ പ്ലാന്റ്. അപ്പൊ സർക്കാരുമായിട്ട് ചെയ്ത എഗ്രിമെന്റ് ലംഘിക്കപ്പെട്ടു അല്ലേ? അതുകൊണ്ട് 20 കോടി രൂപ ഇയാൾക്ക് കൊടുക്കണം നഷ്ടപരിഹാരമായിട്ട്. അത് കോടതിയിൽ കെട്ടിവെക്കണം എന്നൊരു ഉത്തരവും ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു. സാർ, ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഇപ്പോൾ ഈ പറയുന്ന ഏലപ്പുള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഈ ചിറ്റൂർ ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. ചിറ്റൂരിൽ MLA ആണ് ഈ പറയുന്ന കൃഷ്ണൻകുട്ടി. അപ്പം ഇതൊക്കെ ഇവരൊക്കെ കൂടെ അറിഞ്ഞുകൊണ്ടുള്ളൊരു കളിയാണ്. അതിലെന്താ സംശയം? കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോ പ്രതിപക്ഷം പറയുന്നത് എന്താന്ന് വെച്ചാൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് ചെലവ് OSS ഗ്രൂപ്പിന്റെ വകയായിരുന്നു എന്നാണല്ലോ പറയുന്നത്. അതെ, നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. പക്ഷെ ആന്ധ്രയിലേക്ക് പോകുമ്പോൾ ഓണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആന്ധ്ര തെരഞ്ഞെടുപ്പ് ചെലവ് അങ്ങനെയാണ് ഉണ്ടായതെന്ന്. സാർ, അപ്പോൾ ഈ പ്ലാച്ചിമടയുടെ സമരത്ത് ഈ കൃഷ്ണൻകുട്ടിയൊക്കെ നമ്മൾ സമരമുഖത്ത് കണ്ട ആൾക്കാരാണ്. അപ്പോൾ അവിടെ കുടിവെള്ളത്തിന് അത്രയും പ്രശ്നമുണ്ടെന്നും ആ പ്ലാച്ചിമടയിലെ പ്ലാന്റ് ഉള്ളത് കൊണ്ട് തന്നെ എത്രയോ കാലം സമീപ പ്രദേശങ്ങളിൽ ഒറ്റ വീട്ടിലെയും വെള്ളം ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പോൾ ടാങ്കിലാണ് വെള്ളം കൊണ്ടുവന്നത്. അപ്പോൾ എലപ്പുള്ളിയിൽ ആ ഒരു പ്രദേശത്തിൻ്റെ ഗ്രാമീണ സൗന്ദര്യം മുഴുവൻ ഇല്ലാതാക്കുകയല്ലേ, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിലേക്ക് ആക്കുകയല്ലേ? എന്തിനാണ് സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? അപ്പോൾ സർക്കാർ സ്വീകരിച്ചു എന്നല്ലല്ലോ, പാർട്ടി സ്വീകരിക്കുകയാണ്. അതെ, പാർട്ടി അതന്നെ. കാരണം ഇപ്പൊ രാജേഷ് ശരിക്കും വെള്ളത്തിലായി. ഈ എക്സൈസ് വകുപ്പ് ആര് കൈകാര്യം ചെയ്താലും പെടും എന്ന് പറയാറുണ്ട്. കേന്ദ്രത്തിൽ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എല്ലാവരും പെടും എന്നും പറയാറുണ്ട്. കാരണം പെട്ടെന്ന് കോഴ വന്ന് മറിയുന്ന വകുപ്പുകളാണ് ഇത്. അപ്പോൾ രാജേഷിന് ഒരു രക്ഷ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഒറ്റ ദിവസം കൊണ്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. 15-ാം തീയതി അപേക്ഷ കിട്ടുന്നു, 16-ാം തീയതി ജയതിലക ഒപ്പിടുന്നു. തീരുമാനം ഉണ്ടായില്ലേ? ജയതിലക ഒപ്പിട്ടിരിക്കുന്നത്. ജയതിലക ഒരുപാട് സംശയാസ്പദമായ കഥാപാത്രമാണല്ലോ സ്പൈസസ് ബോർഡിൽ ഉണ്ടായിരുന്നത്. കാരണം ഭാര്യയുടെ കമ്പനിക്ക് പല കരാറുകളും കൊടുത്തായിട്ടൊക്കെ CBI കേസ് ഉത്ഭവിച്ചതാണ്. അപ്പൊ ചീഫ് സെക്രട്ടറി ആകാനുള്ള സാധ്യത വരെ മുന്നിൽ കാണുന്ന വ്യക്തിയാണ് അല്ലേ? അപ്പോൾ സർക്കാർ എന്ത് പറയുന്നു അത് അതുപോലെ ചെയ്തു കൊടുക്കുക അല്ലേ? പിന്നെ ഒറ്റ കാര്യമുണ്ട് സംസാരം, ഈ MP രാജേഷ് എന്ന് പറയുന്നത് പാലക്കാട്ടെ CPM-ന്റെ തലപ്പത്തേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AK ബാലനും NN കൃഷ്ണദാസും ഒക്കെ ഉൾപ്പെടെയുള്ളവരെ മാറ്റി ആ വളർച്ചയിലേക്ക് വരുന്ന ഈ രാജേഷിന് ഒരു അടിയായോ ഇത്? ഒരു സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എക്സൈസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ വകുപ്പാണ്. പല ആളുകളും എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് രഘുചന്ദ്രപാല്, പന്തളം സുധാകരനോടൊക്കെ പല ഘട്ടങ്ങളിലും ഞാൻ സംസാരിച്ച ഓർമ്മയൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ തികട്ടി വരുന്നുണ്ട്. AK ആന്റണിയുടെ കാലത്തെ. വിവാദം ഉടനെ ഒന്നും കത്തി അമരില്ല, നമുക്ക് കാക്കാം അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.